ഹലോ. സമയം രാവിലെ 10:30. രാവിലെ 8 മണിക്ക് ഒരു കഷ്ണം പുട്ടും ഒരു പകുതി ഏത്തപ്പഴം പുഴുങ്ങിയതും ഒക്കെ കഴിച്ചതാണ്. എങ്കിലും 10:30 മണി ആയപ്പോഴത്തേക്ക് എനിക്ക് എന്തൊക്കെയോ കഴിക്കണമെന്നൊക്കെ ഒരു ചിന്ത വന്നു. ഹസ്ബൻഡ് വീട്ടിലില്ല, പുറത്തോട്ട് ആയുർവേദ ഡോക്ടറെ കാണാൻ പോയിരിക്കുകയാണ്. എനിക്ക് ഒരു മാസത്തിന് മുമ്പ് പനിയും തൊണ്ടവേദനയും ശാരീരിക അസ്വസ്ഥയും എപ്പോഴും വോമിറ്റിംഗ് ടെൻഡൻസിയും ഒക്കെ ആയതുകൊണ്ട് ആദ്യം ഇംഗ്ലീഷ് മരുന്ന് കഴിച്ചു. എങ്കിലും മാറിയില്ല. അവസാനം കോട്ടയ്ക്കൽ പോയി ആയുർവേദ ഡോക്ടറെ കണ്ട് കുറച്ച് മരുന്ന് കഴിച്ചു. ഒക്കെ കുഴപ്പമില്ലാതിരിക്കുകയായിരുന്നു. അപ്പോൾ ഇതിനിടയിൽ ശനിയാഴ്ച സെക്കൻഡ് സാറ്റർഡേ ആയതുകൊണ്ട് ഇളയ മകൾ വന്നു. അവൾ വന്നപ്പോൾ എന്തെങ്കിലുമൊക്കെ നോൺ വെജ് വാങ്ങിക്കണം. അപ്പോൾ ഈ സമയം വരെ ഞാൻ നോൺ വെജ് ഒന്നും തന്നെ ഇറച്ചിയോ മീനോ മുട്ടയോ ഒന്നും തന്നെ കഴിച്ചിട്ടില്ല. വെജിറ്റബിൾ മാത്രമാണ്. അതുകൊണ്ട് ഒരു ചിക്കൻ വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. കറി വെച്ചു. പക്ഷേ അത് ഉച്ചയ്ക്ക് കഴിച്ചു. വൈകിട്ടും ഒരു കഷ്ണം കഴിച്ചു. രാത്രി ആയപ്പോഴത്തേക്കും ഭയങ്കര വയറുവേദനയും അസ്വസ്ഥതയും. രാത്രി ഒരു 11 മണി മുതൽ 2 മണി വരെയൊക്കെ ഭയങ്കര വയറുവേദനയും വല്ലാത്ത അസ്വസ്ഥതയൊക്കെ ആയിരുന്നു. ഇതിൻ്റെ കുറേ ചൂടുവെള്ളമൊക്കെ കുടിച്ചപ്പോഴൊന്ന് ഛർദ്ദിച്ചു. കുറേ ചോറും എന്തൊക്കെയോ കഴിച്ചതിൻ്റെ ബാലൻസൊക്കെ പോയി. അന്നേരം മുതൽ വയറിന് ആകപ്പാടെ ഒരു 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 അസ്വസ്ഥതയാണ്. വീണ്ടും ഹസ്ബൻഡ് ഇന്ന് രാവിലെ അതേ ഡോക്ടറെ കാണാനായിട്ട് പോയിരിക്കുകയാണ്. വിവരങ്ങളൊക്കെ പറഞ്ഞ് മരുന്ന് വാങ്ങിക്കാനായിട്ട്. ഈ സമയം കൊണ്ട് ഞാനൊരല്പം രാവിലെ ചോറ് വെച്ചതുകൊണ്ട് അല്പം ചൂട് കഞ്ഞി കുടിക്കാമെന്ന് വിചാരിച്ചു. കൂട്ടാനൊന്നും ആയിട്ടില്ല. ഇന്നലെ ഉണ്ടാക്കിയതിൻ്റെ ബാക്കി ഇഡ്ഡലിക്ക് ഉണ്ടാക്കിയ കട്ട സംബന്ധിയുണ്ട്, അത് മാത്രമേ ഉള്ളൂ. പപ്പടം വറുത്തതുണ്ട്, അത് രണ്ടും കൂടി. അപ്പോൾ കഴിഞ്ഞ ആഴ്ച ഒരു കസിൻ്റെ വന്നപ്പോൾ അവർ കുറേ എനിക്കും ഹസ്ബൻഡിനും ഷുഗർ ആയതുകൊണ്ട് അവർ മധുരമില്ലാത്ത സാധനങ്ങൾ വരണം. ഒന്ന് നമ്മുടെ ഏത്തയ്ക്ക ഉപ്പേരി, രണ്ടെന്ന് പറയുന്നത് ഇതാണ് പാലക് മുറുക്ക്. പക്ഷേ നമ്മുടെ ഉഴുന്നും അരിയും കൂടെ ചേർത്തുള്ള ഉഴുന്ന് വറുത്തതും അരിയും കൂടെ ചേർത്തുള്ള മുറുക്കാണെന്ന് ചിന്തിച്ചത്. പക്ഷേ അത് കഴിച്ച് കഴിയുമ്പോൾ എന്തോ വായിലൊരു കൊട്ടൽ പശ പോലൊക്കെ വരുന്നുണ്ട്. തന്നെ കഴിച്ച് കഴിഞ്ഞാൽ ഞാൻ കൊണ്ടുവന്ന ദിവസം ഒന്ന് കഴിച്ചതാണ്. അത്ര വേറൊരു സുഖമില്ലാത്തതുപോലെ തോന്നും. അപ്പോൾ ഇന്ന് അതുകൊണ്ട് ഹസ്ബൻഡ് ഇവിടെ ഇല്ലാത്ത സമയമുണ്ട്. ഇല്ലെങ്കിൽ കണ്ടെങ്കിൽ വഴക്ക് പറയും. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ കഞ്ഞിയുടെ കൂടെ, ചൂട് കഞ്ഞിയാണല്ലോ, ചൂട് കഞ്ഞിയുടെ കൂടെ കഴിക്കാനായിട്ട് ആ ഉപ്പേരിയും പാലക് മുറുക്കും ഒരു കഷ്ണം പപ്പടമൊക്കെ തണുത്തു. ഇതിനെ ചമ്മന്തിയും കൂടെ കൂട്ടി കഴിക്കാമെന്ന് ചിന്തിച്ചു. ഈ മറ്റുള്ളവർ വിചാരിക്കും ഷുഗർ ഉള്ളവർ ഒന്നും തന്നെ മധുരം കേക്കും ഒക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഒന്നും മുറിക്കാൻ സമ്മതിക്കത്തില്ല. കഴിച്ചാൽ അത് മോള് വന്നപ്പോൾ ഹൽവ വാങ്ങിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതിലൊരു കഷ്ണം കഴിക്കാൻ തുടങ്ങിയപ്പോൾ ഹസ്ബൻഡ് വിലക്ക്, മോളും വിലക്ക്. അങ്ങനെയൊക്കെ ഷുഗർ ഒരിച്ചിരി കൂടി നിൽക്കുന്നു. അപ്പോൾ ഇതുകൊണ്ടൊന്നും കഴിക്കാൻ എല്ലാം നിഷിദ്ധമാണ്. അതുകൊണ്ട് ഉള്ള ഇതൊക്കെ സംഗതികളൊക്കെ വെച്ച് അപ്പോൾ ഈ പാലക് മുറുക്കും ഉപ്പേരിയും കൂടെ കൂട്ടി ഒരു കഷ്ണം പപ്പടം, അത് തണുത്തു, അത് വേണ്ടാന്ന് വെച്ചു. കൊച്ചു കഷ്ണം എടുത്തുള്ളൂ. അത് കൂട്ടി കഴിക്കാമെന്നൊക്കെ തീരുമാനിച്ചും അങ്ങനെ കഞ്ഞി കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. വല്ലാത്തൊരു അസ്വസ്ഥതയാണ് വയറിൽ. ഈ ഗ്യാസ് വന്നു കഴിഞ്ഞാൽ എനിക്ക് കഴിഞ്ഞ ദിവസം ശനിയാഴ്ച രാത്രി വന്നെന്ന് പറഞ്ഞാൽ ഭയങ്കര വേദനയായിരുന്നു. വേദന കിടക്കാനോ ഇരിക്കാനോ ഒന്നും വയ്യാത്ത. രാത്രി തന്നെ ഹോസ്പിറ്റലിൽ പോകണമെന്ന് വിചാരിച്ചു. ഞാൻ ഒരുപാട് നേരം ഇരുന്ന് പ്രാർത്ഥിച്ചു. ദൈവത്തോടൊരു പ്രാർത്ഥന വന്നാൽ വിശ്വാസത്തോടു കൂടിയ പ്രാർത്ഥന ദിനക്കാരനെ രക്ഷിക്കും എന്നുള്ള വാക്കും പറഞ്ഞ് ഞങ്ങൾ 3 പേരും കൂടി, ഇളയ 3 പേരും കൂടി ഇരുന്ന് ഏതായാലും പ്രാർത്ഥിച്ചു. ഒരു 2:30 മണി ആയപ്പോൾ വേറെ എൻ്റെ ഗ്യാസിൻ്റെ പ്രശ്നം തീർന്നു. അങ്ങനെ ഞാൻ പിന്നെ ഹോസ്പിറ്റലിൽ പോകണ്ടെന്ന് വെച്ചു. ഇപ്പം കുഴപ്പമില്ല. എന്നാലും ഡോക്ടറോടൊന്ന്